നമസ്കാരം. മീഡിയ 4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സില ദിലീപ്. ആദ്യം പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃപ്രയാർ ശ്രീരാമക്ഷേത്രത്തിൽ ദർശനം നടത്തി. ക്ഷേത്രത്തിൽ വിവിധ വഴിപാടുകൾ നടത്തിയ മോദി വേദാർച്ചനയിലും ഭജനയിലും പങ്കെടുത്തു. സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കാനായ പ്രധാനമന്ത്രി ഗുരുവായൂർ ക്ഷേത്രത്തിലും എത്തി. മഹാത്മാഗാന്ധിയുടെ സ്മരണ അലയടിച്ച് ഗാന്ധി അനുസ്മരണം. ഗാന്ധിയുടെ ചേർപ്പ് സന്ദർശനത്തിന്റെ വാർഷിക ദിനത്തിൽ ചേർപ്പ് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഗാന്ധി സ്മൃതി ചിത്രം അനാച്ഛാദനം ചെയ്ത് നവതി ആഘോഷം. ചേർപ്പ് പഞ്ചായത്തിൽ വാർഷിക പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട് വികസന സെമിനാർ സംഘടിപ്പിച്ചു. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. വല്ലച്ചിറ പഞ്ചായത്തിൽ വനിതകൾക്ക് മുട്ടക്കോഴി കുഞ്ഞുങ്ങളെ വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് N മനോജ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ ദർശനത്തിനായി എത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പുഷ്പവൃഷ്ടിയോടെ വരവേൽപ്പ്. രാജ്യത്തെ ഒരു പ്രധാനമന്ത്രി ഇതാദ്യമായി ദക്ഷിണേന്ത്യയിലെ പ്രധാന ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ ദർശനത്തിനായി എത്തുന്നുവെന്നതായിരുന്നു തൃപ്രയാറിനെ ഇന്ന് ഏറ്റവും ശ്രദ്ധാകേന്ദ്രമാക്കിയത്. പ്രധാനമന്ത്രി തൃപ്രയാർ ക്ഷേത്രത്തിലേക്ക് എത്തിയത് തന്ത്രി തരണനെല്ലൂർ പടിഞ്ഞാറേ മനക്കൽ പത്മനാഭൻ നമ്പൂതിരിപ്പാടിന്റെ അഭ്യർത്ഥന പ്രകാരമായിരുന്നു. പോളി ജംഗ്ഷൻ മുതൽ ക്ഷേത്രം പടിഞ്ഞാറേ നട വരെ ബാരിക്കേഡുകൾ നിരത്തിയിടത്തിന് പുറകിൽ മുൻപ് നിശ്ചയിച്ച പ്രകാരം BJP പ്രവർത്തകർ വരിയായി അദ്ദേഹത്തെ സ്വീകരിക്കാനായി എത്തിച്ചേർന്നു. രാവിലെ 9 മണിവരെ ക്ഷേത്രത്തിൽ ഭക്തജനങ്ങളെ ദർശനത്തിനായി പ്രവേശിപ്പിച്ചിരുന്നു. തുടർന്ന് ക്ഷേത്രം റോഡ് വഴിയുള്ള ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചു. പ്രധാനമന്ത്രിയുടെ ചിത്രമുള്ള തൊപ്പിയും ധരിച്ചെത്തിയ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള പ്രവർത്തകർ വർണ്ണ ബലൂണുകളും കൊടികളുമായി നിശ്ചിത സ്ഥാനങ്ങളിൽ അദ്ദേഹത്തിന്റെ വരവിനായി കാത്തുനിന്നു. ഇതിനിടെ നേരത്തെ നിശ്ചയിച്ചതിലും 20 മിനിറ്റ് മുൻപ് തന്നെ പ്രധാനമന്ത്രി ഗുരുവായൂരിൽ നിന്ന് വലപ്പാട് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ സജ്ജമാക്കിയ ഹെലിപാഡിൽ വന്നിറങ്ങി. തുടർന്ന് കിഴക്കേ ടിപ്പു സുൽത്താൻ റോഡ് മുഖേന അതീവ സുരക്ഷയുള്ള വാഹനവ്യൂഹത്തിന്റെ അകമ്പടിയോടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോളി ജംഗ്ഷനിൽ പ്രവേശിച്ചു. ഇതോടെ മണിക്കൂറുകളോളം അദ്ദേഹത്തെ കാത്തുനിന്ന BJP പ്രവർത്തകർ പുഷ്പവൃഷ്ടിയുമായി ആഹ്ലാദാരവത്തോടെ വരവേറ്റു. ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറേ നടയിൽ വെച്ച പ്രധാനമന്ത്രിയുടെ വാഹനവ്യൂഹം ക്ഷേത്ര നടവാതിൽക്കലേക്ക് പോകുമ്പോൾ വഴിയോരത്ത് തിങ്ങി നിറഞ്ഞ പ്രവർത്തകർക്ക് അദ്ദേഹത്തെ നേരിൽ കാണാനായില്ല എന്നതിന്റെ സങ്കോചമുണ്ടായിരുന്നു. ക്ഷേത്രത്തിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഡോക്ടർ MK സുദർശനും കമ്മീഷണർ C അനിൽകുമാറും ചേർന്ന് സ്വീകരിച്ചു. തുടർന്ന് ഗോശാല കൃഷ്ണനും ശാസ്താവിനും ഗണപതിക്കും തേവർക്കും വെള്ളിക്കൂടത്തിൽ അദ്ദേഹം നെയ്യ് സമർപ്പിച്ചു. തേവർക്ക് കദളിക്കുലയും 2 പൂപ്പൊലികയിൽ താമരമുട്ടും തുളസിയും സമർപ്പിച്ചു. തുടർന്ന് അദ്ദേഹം തേവരുടെ നടയിൽ അനീഴം നക്ഷത്രത്തിൽ അഷ്ടോത്തര ശതവും പുരുഷ സൂക്തവും പുഷ്പാഞ്ജലിയും സമർപ്പിച്ചു. ക്ഷേത്രം മുഖമണ്ഡപത്തിൽ ആഞ്ജനേയർക്ക് മുന്നിൽ അദ്ദേഹം ദീപം തെളിയിച്ചു. ഈ സമയം തേവരുടെ നടയിൽ വെച്ച ക്ഷേത്രം തന്ത്രി തരണനെല്ലൂർ പടിഞ്ഞാറേ മനക്കൽ പത്മനാഭൻ നമ്പൂതിരിപ്പാട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ശ്രീരാമ മന്ത്രങ്ങളടങ്ങിയ പത്രിക സമർപ്പിച്ചു. ക്ഷേത്ര ദർശനത്തിനു ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മുന്നിൽ രാമായണം ഭജൻ, വേദിക് ശാന്തി ഭജൻസ് എന്നിവ 25 കുട്ടികൾ ചേർന്ന് അവതരിപ്പിച്ചത് 15 മിനിറ്റോളം അദ്ദേഹം ആസ്വദിച്ചു. തുടർന്ന് അദ്ദേഹം മടങ്ങാൻ ഒരുങ്ങുന്നതിനിടെ തൃപ്രയാർ ക്ഷേത്രത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ട പ്രത്യേക നിവേദനം കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഡോക്ടർ MK സുദർശൻ കൈമാറി. ഇതോടൊപ്പം തൃപ്രയാർ തേവർ പള്ളിയോടത്തിൽ പുഴ കടക്കുന്ന രൂപവും പ്രധാനമന്ത്രിക്ക് ഉപഹാരമായി സമ്മാനിച്ചു. തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിനകത്തേക്ക് ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാഹനവ്യൂഹത്തിന്റെ അകമ്പടിയോടെ പോകുമ്പോൾ അദ്ദേഹത്തെ നേരിൽ കാണാൻ കഴിയാത്തതിന്റെ നിരാശയായിരുന്നു BJP പ്രവർത്തകർക്കെങ്കിൽ 1 മണിക്കൂറിനു ശേഷം ഇവർക്ക് ലഭിച്ചത് പ്രതീക്ഷിക്കാത്ത സമ്മാനമായിരുന്നു. ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറേ ഭണ്ഡാരത്തിന് മുൻപിൽ കാർ നിർത്തി പ്രധാനമന്ത്രി വാതിൽക്കൽ നിന്ന് കൈകൾ വീശിയതോടെ തിങ്ങി നിറഞ്ഞ പ്രവർത്തകരുടെ ആവേശം അണമുറിയാതെ ഉയർന്നു. തുടർന്ന് ക്ഷേത്രം റോഡിൽ ഇരുവശങ്ങളിലുമായി തന്നെ കാത്തുനിന്ന ജനങ്ങൾക്ക് മുന്നിൽ നിറഞ്ഞ പുഞ്ചിരിയുമായി കൈവീശി നന്ദി പറഞ്ഞ പ്രധാനമന്ത്രി വലപ്പാട് ഹൈസ്കൂൾ ഗ്രൗണ്ടിലെ ഹെലിപാഡിൽ നിന്ന് കൊച്ചിയിലേക്ക് യാത്രയായി. അതേസമയം ചരിത്രപ്രസിദ്ധമായ അയോധ്യയിൽ ശ്രീരാമക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠയ്ക്കായി ഒരുങ്ങുന്നതിനിടെ ദക്ഷിണേന്ത്യയിലെ പ്രധാനപ്പെട്ട തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ പ്രധാനമന്ത്രി ദർശനത്തിനായി എത്തിയതിന്റെ ആഹ്ലാദ നിറവിലാണ് ശ്രീരാമ ഭക്തർ. സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കാനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുരുവായൂർ ക്ഷേത്രത്തിലെത്തി. ശ്രീകൃഷ്ണ കോളേജ് ഗ്രൗണ്ടിൽ ഹെലിപാഡിൽ ഹെലികോപ്റ്ററിലെത്തിയ അദ്ദേഹം റോഡ് മാർഗം ഗുരുവായൂരിലെ ശ്രീവത്സം ഗസ്റ്റ് ഹൌസിലേക്ക് പോയി. ഇവിടെ വിശ്രമിച്ച് വസ്ത്രം മാറിയ ശേഷം അദ്ദേഹം ഗുരുവായൂർ ക്ഷേത്ര നടയിലേക്ക് എത്തുകയായിരുന്നു.
നടനും BJP നേതാവുമായ സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യ സുരേഷ് വിവാഹിതയായി. ശ്രേയസ് മേനോനാണ് വരൻ. ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചായിരുന്നു വിവാഹം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് വധൂവരന്മാർക്ക് മാല എടുത്തു നൽകിയത്. താരസമ്പന്നമായിരുന്നു വിവാഹം. മമ്മൂട്ടിയും മോഹൻലാലും കുടുംബസമേതമെത്തി ഇന്നലെ വധുവിനെ അനുഗ്രഹിച്ചിരുന്നു. ഇന്ന് ഗുരുവായൂരിലെത്തി വിവാഹത്തിലും പങ്കെടുത്തു. ജയറാം, പാർവതി, ദിലീപ്, ഖുഷ്ബു, ബിജു മേനോൻ, രചന നാരായണൻകുട്ടി, നിർമ്മാതാവ് സുരേഷ് കുമാർ, സംവിധായകൻ ഹരിഹരൻ തുടങ്ങിയവർ വിവാഹത്തിൽ പങ്കെടുത്തു. 19-ന് സിനിമാ താരങ്ങൾക്കും രാഷ്ട്രീയ പ്രമുഖർക്കുമായി കൊച്ചിയിൽ വിവാഹ സൽക്കാരം നടത്തും. ബന്ധുക്കൾ, നാട്ടുകാർ, സുഹൃത്തുക്കൾ തുടങ്ങിയവർക്കായി 20-ന് തിരുവനന്തപുരത്ത് റിസപ്ഷൻ ഉണ്ടായിരിക്കും. തിരുവനന്തപുരം ആസ്ഥാനമാക്കി ബിസിനസ് നടത്തുന്ന മോഹന്റെയും ശ്രീദേവി മോഹന്റെയും മകനാണ് വരൻ ശ്രേയസ് മോഹൻ. മഹാത്മാഗാന്ധി ചേർപ്പിൽ സന്ദർശനം നടത്തിയപ്പോൾ വിതരണം ചെയ്ത വൃക്ഷത്തൈകൾ വളർന്നു പന്തലിച്ച് തണലിട്ടു നിൽക്കുന്ന പഴയ ഗ്രാമോദാഹരണം ഭൂമികയിൽ മഹാത്മാവിന്റെ സ്മരണ അലയടിച്ച് ഗാന്ധി അനുസ്മരണം. ഗാന്ധിയുടെ ചേർപ്പ് സന്ദർശനത്തിന്റെ 90-ാം വാർഷിക ദിനത്തിൽ ചേർപ്പ് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഗാന്ധി സ്മൃതി ചിത്രം അനാച്ഛാദനം ചെയ്ത് നവതി ആഘോഷിച്ചു. തിരുവുള്ളക്കാവ് ദേവസ്വം സെക്രട്ടറി A.A. കുമാരൻ ചിത്രം അനാച്ഛാദനം ചെയ്തു. എൻ്റെ ഒരു അനിയനെ പോലെ ഞാൻ കാണുന്നു. കുറേ കാലമായിട്ട് ഞാൻ അവിടെ ഇരുന്ന് കാണുന്നതാണ്. ഇവിടുത്തെ കാര്യങ്ങളിലൊക്കെ വളരെ സജീവമാണ്. വളരെ വൈകിയും ഒക്കെ ഇവിടെ കാണാം. നല്ല കാര്യമാണ്. എന്തായാലും ഇങ്ങനെ ഒരു സംഗതിയിൽ പങ്കെടുക്കാൻ സാധിച്ചതിലും ഞാൻ ഇതിനെന്നെ ക്ഷണിച്ചതിലും എനിക്ക് എല്ലാവരോടും നന്ദിയുണ്ട്. എന്താ പറയുക, വലിയ സന്തോഷമുണ്ട്. പിന്നെ മക്കളോട് എനിക്ക് പറയാനുള്ളത്, ഞാനിവിടുത്തെ പഴയ സ്റ്റുഡൻ്റായിരുന്നു. ഞാൻ പറയുമ്പോൾ ഞങ്ങളിത് ഹൈസ്കൂളാവുന്ന കാലത്ത് രാഷ്ട്രീയക്കാരെ ഇവിടെ കടത്താറില്ല. കമ്പനിയിലെ പട്ടികയും കൊണ്ട് എൻ്റെ പണിക്കാർ ഞങ്ങൾ കൂടുതൽ നിരന്നു നിൽക്കും. സമരക്കാരും ഉണ്ടാവും. ഇവിടെ കടത്തില്ല. ഒരു രാഷ്ട്രീയക്കാരും ഇവിടെ കടത്തില്ല. PTA പ്രസിഡന്റ് VH ഹുസൈൻ അധ്യക്ഷനായി. ഗാന്ധിജിയെ സംബന്ധിച്ചിടത്തോളം 2 കൂട്ടുകാരാണ് ഗാന്ധിജിക്ക് ഒപ്പമുണ്ടായിരുന്നത്. ഒന്ന് അബ്ദുൽ കലാം ആസാദാണ്. അബ്ദുൽ കലാം ആസാദിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ സ്വാതന്ത്ര്യ സമര സേനാനിയാണ്, ഒരു പരിഷ്കർത്താവാണ്, ഒരു നവോത്ഥാന നായകനാണ്. ഒപ്പം പരിശുദ്ധ ഖുർആനിൻ്റെ കൃത്യമായി രേഖപ്പെടുത്തി വെച്ചിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ്. തൊട്ടുപുറത്തിലാണെങ്കിൽ നെഹ്റുജിയാണ്. നെഹ്റുജിയെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ നെഹ്റുജി ഒരു യുക്തിവാദി എന്ന് തന്നെ പറയാം, ദൈവനിഷേധി എന്ന് തന്നെ പറയാം. അപ്പോൾ അവരൊക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട്, അതേപോലെ തന്നെ ഗാന്ധിജിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഗാന്ധിജി ഒരു രാമഭക്തനായിരുന്നു. ഗാന്ധിജി പലപ്പോഴും സൂചിപ്പിക്കാറുണ്ട്, എൻ്റെ മനോവിഷമങ്ങൾ എനിക്ക് സംഭവിക്കുമ്പോൾ ഞാൻ ഗീതയിലേക്ക് തിരിഞ്ഞു നോക്കുന്നു. മാതൃഭൂമി ലേഖകനും ഗാന്ധി സ്മൃതി ചിത്രത്തിന്റെ രചയിതാവുമായ ബിജു ആന്റണി, പ്രധാന അധ്യാപിക KK ലീല, ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ ഇൻചാർജ് TR ലിജി, SMC ചെയർമാൻ VV ധീരജ് എന്നിവർ സംസാരിച്ചു. 2 അടി നീളത്തിൽ ക്യാൻവാസിൽ തീർത്ത ചിത്രമാണ് സ്കൂളിൽ സ്ഥാപിച്ചത്. ലഭ്യമായ വിവരങ്ങളും ചേർത്തിട്ടുണ്ട്. ഗാന്ധിജി ചേർപ്പ് സന്ദർശിച്ചത് സംബന്ധിച്ച ഒരു ബോധവൽക്കരണത്തിന്റെ ഭാഗമായാണ് ചിത്രം സ്ഥാപിച്ചത്. പെരുവനം, തായംകുളങ്കര, ഹിഡുമ്പൻകോവിൽ, മേക്കാവ് എന്നീ ക്ഷേത്രങ്ങൾക്ക് മധ്യേയുള്ള മൈതാനത്തായിരുന്നു ഗാന്ധി എത്തിയത്. മൈതാനത്തിന് പിന്നീട് മഹാത്മാ എന്ന പേര് നൽകി. മഹാത്മാവിന്റെ ഓർമ്മയ്ക്കായി സ്ഥാപിച്ച ഒരു സ്തൂപം ഇന്നും മൈതാനത്തുണ്ട്. ഗാന്ധിജിക്കൊപ്പം ആരൊക്കെ ഉണ്ടായി എന്നതിന്റെ രേഖകൾ കൃത്യമായി ലഭ്യമല്ല. ചിത്രത്തിൽ ആദരവായി സ്വാതന്ത്ര്യസമര സേനാനി VR കൃഷ്ണൻ എഴുത്തച്ഛൻ, സാമൂഹ്യ പരിഷ്കർത്താവ് മഹർഷി വിരൂപാക്ഷൻ നമ്പൂതിരി, ചേർപ്പിന് ഒട്ടേറെ സംഭാവനകൾ നൽകിയ ചിറ്റൂർ കുഞ്ഞൻ നമ്പൂതിരിപ്പാട് എന്നിവരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മൈതാനത്തെ പ്രസംഗം കഴിഞ്ഞ് ഗാന്ധിജി മടങ്ങുന്ന രീതിയിലാണ് ചിത്രം വരച്ചത്. 1937 ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം അടിസ്ഥാനമാക്കി അക്കാലത്തെ മൈതാനം, ക്ഷേത്രത്തിന് മുൻവശത്തുണ്ടായ കുളം, കൂരിയാടൻ തറ, ഹിഡുമ്പൻ കോവിൽ, രഥം സൂക്ഷിക്കുന്ന ഓലപ്പുര എന്നിവ വരച്ചു. അക്കാലത്ത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രങ്ങളിൽ വസ്ത്രധാരണ രീതി മനസ്സിലാക്കിയാണ് ആൾക്കൂട്ടത്തെ വരച്ചത്. ഗാന്ധിയെ നേരിൽ കണ്ട കുണ്ടൂർ ഗോപിനാഥ മേനോന്റെ കുട്ടിക്കാലത്തെ ഓർമ്മകളും ചിത്രം വരയ്ക്കാൻ സഹായകമായി. അദ്ദേഹത്തിന് 6 വയസ്സുള്ളപ്പോഴായിരുന്നു ഗാന്ധിയുടെ സന്ദർശനമെന്ന് ചിത്രകാരൻ പറഞ്ഞു. ഒരു പാദസ്പർശം ഇവിടെ ഉണ്ടായതായി പലർക്കും അറിയില്ല. പുതുതലമുറയ്ക്ക് തീരെ അറിയില്ല. പഴയ തലമുറയ്ക്കപ്പെട്ടവരിൽ പലർക്കും അറിയില്ല. ഇത് നമ്മുടെ ഇവിടുത്തെ ഒരു കാര്യം മാത്രമല്ല, ഇന്ത്യയിലെ പല ഭാഗത്തും ഗാന്ധി സന്ദർശിച്ച ഇടങ്ങൾ ഏതൊക്കെയെന്ന് പലർക്കും അത് അന്യമാണ്, അറിയില്ല. അതേക്കുറിച്ച് ഒരു പ്രമുഖ മാധ്യമപ്രവർത്തകന്റെ ലേഖനം ഒരു 2 വർഷം മുമ്പ് ഉണ്ടായിരുന്നു. ഇവിടെ മഹാത്മാ മൈതാനത്താണ് അദ്ദേഹം വന്നത്. അതുകൊണ്ടാണ് ആദ്യം അവിടെ സ്ഥാപിച്ചത്. പിന്നെ ഗാന്ധി സന്ദർശനത്തിൻ്റെ ഏറ്റവും പ്രസക്തി ഉള്ള മണ്ണ്
നമ്മുടെ ഈ ഗ്രാമോദാഹരണമാണ്. ചേർപ്പ് പഞ്ചായത്തിൽ വാർഷിക പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട് വികസന സെമിനാർ സംഘടിപ്പിച്ചു. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പാരമ്യത്തിൽ നിൽക്കുന്ന ചില ഘടകങ്ങളുണ്ട്, ചില അവസ്ഥകളുണ്ട്. നമ്മുടെ ജനത എന്ന് പറയുന്നത് ജനസാന്ദ്രതയിൽ നമ്പർ 1 ആണ്. ഇന്ത്യയിലുള്ള ജനസാന്ദ്രത കൂടിയ ഒരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം എന്ന് പറയുന്നത്. അത് ചേർപ്പ് എന്ന് പറയുന്നത് തന്നെ വലിയ ജനസാന്ദ്രതയുള്ള ഒരു പ്രദേശം, ഒരു പഞ്ചായത്ത് കൂടിയാണ്. 21 വാർഡുകളും അതിനപ്പുറത്തേക്ക് പോകാവുന്ന രീതിയിലുള്ള ജനസാന്ദ്രതയുള്ള ഒരു പ്രദേശമാണ് ചേർപ്പ് ഗ്രാമപഞ്ചായത്ത്. അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മുടെ ജീവിത സാഹചര്യം മെച്ചപ്പെടുന്നതിനനുസരിച്ച് അതനുസരിച്ചുള്ള വികസന സങ്കല്പങ്ങൾ നമ്മുടെ മനസ്സിൽ രൂപം കൊള്ളുന്നുണ്ട്. അങ്ങനെ രൂപം കൊള്ളുന്ന വികസന സ്വപ്നങ്ങൾ പൂർത്തീകരിക്കണം. അതാണ് നമ്മുടെ ആഗ്രഹം. അതിനാവശ്യമായ പദ്ധതികളൊക്കെ നമ്മുടെ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ടാണ് നമ്മൾ വികസന സെമിനാറുകളായാലും വർക്കിംഗ് ഗ്രൂപ്പുകളായാലും ഗ്രാമസഭകളായാലും ഒക്കെ എത്തപ്പെടുന്നത്. 7,76,91,400 രൂപ പദ്ധതി വിഹിതം വിലയിരുത്തി കരട് പദ്ധതി രേഖ അവതരിപ്പിച്ചു. കാർഷിക മേഖലയ്ക്കായി 77,85,300 രൂപയും പാർപ്പിട മേഖലയ്ക്ക് 1,68,94,000 രൂപയും വകയിരുത്തി. ഇതിനു പുറമെ വനിതാ ഫിറ്റ്നസ് സെന്റർ സ്ഥാപിക്കുന്നതിനും കുട്ടികൾക്കായി കായിക പരിശീലനം, നീന്തൽ പരിശീലനം, നാടകക്കളരി എന്നിവയ്ക്കായും തുക വകയിരുത്തി. സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ വിദ്യാ രമേശ്, അനിത അനിലൻ, ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഹസീന അക്ബർ, പഞ്ചായത്ത് അംഗങ്ങളായ PC പ്രഹ്ലാദൻ, EV ഉണ്ണികൃഷ്ണൻ, PS വനജ, KB പ്രജിത്ത്, ജയ, K കൃഷ്ണകുമാർ, അൽഫോൺസ പോൾസൺ, സുനിത ജിനു, ധന്യ സുനിൽ, സിനി പ്രദീപ്, പ്രിയലത പ്രസാദ്, പഞ്ചായത്ത് സെക്രട്ടറി മുംതാസ്, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ രാമകൃഷ്ണൻ കൊരമ്പിൽ, ആസൂത്രണ സമിതി അംഗങ്ങൾ, മറ്റു നിർവഹണ ഉദ്യോഗസ്ഥർ, അങ്കണവാടി വർക്കർമാർ, ആശാ വർക്കർമാർ, വർക്കിംഗ് ഗ്രൂപ്പ് അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. വല്ലച്ചിറ പഞ്ചായത്തിൽ വനിതകൾക്ക് മുട്ടക്കോഴി കുഞ്ഞുങ്ങളെ വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് N മനോജ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. നമ്മളത് വിതരണം ചെയ്യണം. ഏതായാലും നമ്മുടെ പ്രദേശത്തിന് ആവശ്യമായിട്ടുള്ള മുട്ടയുടെ ഉൽപ്പാദനം നമ്മുടെ പ്രദേശത്ത് തന്നെ ഉണ്ടാക്കുക, അത് ഏറ്റവും കൃത്യമായിട്ട് പരിപാലിച്ചുകൊണ്ട് ഇതിപ്പോൾ ഏകദേശം സൗജന്യമായിട്ട് തന്നെയാണ് വിതരണം ചെയ്യുന്നത്. ഏകദേശം ഒരു 50 രൂപയുടെ നാമമാത്രമായിട്ടുള്ള ഗുണഭോക്തൃ വിഹിതം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇത് ചെയ്യുന്നത്. പക്ഷെ ആ സൗജന്യമാണ് എന്നുള്ളത് കൊണ്ട് അതിൻ്റെ സാധ്യത, അതിൻ്റെ പ്രാധാന്യം ലഘൂകരിച്ച് കാണരുത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് നമ്മളുടെ പ്രദേശത്തിൻ്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതോടൊപ്പം തന്നെ ഒരു കുടുംബത്തിന് ചെറിയ തോതിലുള്ള ഒരു വരുമാനം നമ്മളുടെ അടുക്കള വശത്തോ അതുമല്ലെങ്കിൽ പഞ്ചായത്ത് വാർഷിക പദ്ധതിയുടെ ഭാഗമായി 189 വനിതാ ഗുണഭോക്താക്കൾക്കാണ് 5 കോഴിക്കുഞ്ഞുങ്ങളെ വീതം 945 കോഴിക്കുഞ്ഞുങ്ങളെ വിതരണം ചെയ്തത്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വനജ ബാബു അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷൻ ശങ്കരനാരായണൻ, വെറ്ററിനറി സർജൻ ഡോക്ടർ KT ശിവദാസ്, അംഗങ്ങളായ മദനമോഹനൻ, പ്രിയ, സുബ്രഹ്മണ്യൻ എന്നിവർ സംസാരിച്ചു. സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ട് കോഴിക്കുഞ്ഞുങ്ങളെ വിതരണം ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് നമ്മളിവിടെ എല്ലാവരും എത്തിച്ചേർന്നിട്ടുള്ളത്. നമ്മളെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കോഴിക്കുഞ്ഞുങ്ങളെ വിതരണം ചെയ്തു. അന്ന് നമുക്ക് ഈ ഗുണഭോക്തൃ വിഹിതം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ 50 രൂപയാണ് നമ്മൾ ഗുണഭോക്തൃ അംഗങ്ങൾ നമ്മൾ കിട്ടി 5 കോഴിക്കുഞ്ഞുങ്ങളെ ഓരോ വനിതകൾക്കും കൊടുത്തിരിക്കും. അതിൽ ഈ 5 കോഴിക്കുഞ്ഞുങ്ങൾ വളർത്തി ഉണ്ടാക്കി കോഴിക്കുഞ്ഞുങ്ങൾ മുട്ടയിട്ട് അത് വിൽക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് അനുഭവമുള്ളത് കോഴിക്കുഞ്ഞുങ്ങളെ കൊണ്ടുപോയി കുറച്ച് വലുതാകുമ്പോഴേക്കും അതിനെ ഒന്നിനെ കൊടുക്കുകയോ അല്ലെങ്കിൽ കൊന്നു തിന്നുകയോ ചെയ്യുകയാണ് ഉണ്ടാകുന്നത്. പക്ഷേ ഇത് ഒരു 6 കിലോ വരെ തൂക്കം, 6-7 കിലോ വരെ. ചേർപ്പ് മുത്തുളിയാലിൽ നിയന്ത്രണം വിട്ട കാർ 4 സ്കൂട്ടറുകളും റോഡരികിലെ സൈക്കിളും ഇടിച്ച് റോഡരികിലെ വീട്ടുമതിലിൽ തട്ടിനിന്നു. അപകടത്തിൽ സ്കൂട്ടർ യാത്രക്കാരൻ പെരുമ്പിളിശ്ശേരി ചിറക്കൽ വീട്ടിൽ ജയചന്ദ്രനെ ഗുരുതരമായി പരിക്കേൽക്കുകയും മറ്റു യാത്രികർക്ക് സാരമായി പരിക്കേൽക്കുകയും ചെയ്തു. ബുധനാഴ്ച രാവിലെ ജയചന്ദ്രൻ തൃപ്രയാർ ഭാഗത്തേക്ക് സ്കൂട്ടറിൽ ജോലിക്ക് പോകുമ്പോൾ എതിർഭാഗത്തു നിന്ന് തെറ്റായ ദിശയിൽ കയറി വന്ന കാർ സ്കൂട്ടറുകളിൽ ഇടിക്കുകയായിരുന്നു. സ്കൂട്ടറിലും റോഡരികിലെ വീട്ടുമതിലിലും ഇടിച്ചാണ് കാർ നിന്നത്. സ്കൂട്ടറിനും കാറിനും ഇടയിൽ കുടുങ്ങിപ്പോയ ജയചന്ദ്രനെ നാട്ടുകാരെത്തി പുറത്തെടുത്ത് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഊരകം ALP സ്കൂളിൽ വാർഷികാഘോഷവും അധ്യാപക രക്ഷാകർതൃദിനവും പൂർവ്വ വിദ്യാർത്ഥി സംഗമവും സംഘടിപ്പിച്ചു.
CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. നിങ്ങളോട് പ്രധാനമായിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിച്ച ചില കാര്യങ്ങൾ അധ്യാപകരും PTA അംഗങ്ങൾക്ക് എൻ്റെ അടുത്ത് വന്നപ്പോൾ നമ്മുടെ ബ്ലോക്ക് പ്രസിഡന്റൊക്കെ എൻ്റെ അടുത്ത് വരേണ്ടായി. അപ്പോൾ ഈ സ്കൂളിന് വേണ്ടി എന്താണ് ചെയ്യേണ്ടത് എന്നോട് ചോദിച്ചു. അപ്പോൾ ചോദിച്ചപ്പോൾ അവർക്കൊന്നും പറയാനെന്താ, സ്കൂളിൽ ഞാൻ ഇപ്പോൾ നോക്കിയപ്പോൾ നല്ല ഡിസൈനാണ്, ഒരു 4-5 ക്ലാസ് റൂമുണ്ട്, മുകളിൽ ഹാളുണ്ട്, വലിയ കുഴപ്പമില്ലാതെ നമ്മുടെ മണ്ഡലത്തിലുള്ള കുഴപ്പമില്ലാത്ത പ്രവർത്തിക്കുന്ന ഒരു സ്കൂളാണ്. പിന്നെ എന്നോട് മാനേജർ പറയേണ്ടായി, വലിയ സ്കൂളിൻ്റെ പ്രാന്തത്തോടുള്ള ബന്ധമാണ് ഈ സ്കൂളിനുള്ളത്, പല ചരിത്രമൊക്കെ ഉള്ള സ്കൂളാണ് എന്ന് പറയേണ്ടായി. എന്നായാലും നമ്മുടെ വിദ്യാഭ്യാസ രീതിയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള എന്താണ് കുറവ്, നമ്മുടെ സർക്കാരിൻ്റെ എന്തെങ്കിലും ഇടപെടാനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ പറഞ്ഞ് നമ്മൾ നിയമപരമായതിൽ നിന്നുകൊണ്ടുള്ള MLAക്ക് എന്താണ് ചെയ്യാൻ കഴിയുക, അതൊക്കെ ഒരു സംശയം ഈ സ്കൂളിന് വേണ്ട. എല്ലാവരെയും നമുക്ക് മാത്രമായ വിദ്യാഭ്യാസം മുന്നോട്ട് പോകുന്നതിൽ പ്രധാന പങ്കുവയ്ക്കുന്നതോടൊപ്പം ചേർപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് സുജീഷ കള്ളിയത്ത് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ ഹസീന അക്ബർ മുഖ്യാതിഥിയായിരുന്നു. ചടങ്ങിൽ പൂർവ്വ വിദ്യാർത്ഥികളെ CC മുകുന്ദൻ MLAയും വിദ്യാർത്ഥികൾക്കുള്ള സമ്മാനദാനം പഞ്ചായത്ത് പ്രസിഡന്റ് സുജീഷ കള്ളിയത്തും നിർവഹിച്ചു. പഞ്ചായത്ത് അംഗം K കൃഷ്ണകുമാർ, സ്കൂൾ മാനേജർ അച്യുതൻ മാസ്റ്റർ, PTA പ്രസിഡന്റ് രാകേഷ് ഉണ്ണിയാപുറം, പ്രധാനാധ്യാപിക ഗിൽസ ആന്റണി, സ്കൂൾ ഇൻചാർജ് ദേവസേന, ഗിരിജ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും വിവിധ കലാപരിപാടികൾ അരങ്ങേറി. നാട്ടിക കുടുംബാരോഗ്യ കേന്ദ്രത്തിനു മുമ്പിൽ കോൺഗ്രസ് പ്രതിഷേധ സമരം നടത്തി. തൃപ്രയാർ നാട്ടിക കുടുംബാരോഗ്യ കേന്ദ്രത്തോട് സർക്കാരും നാട്ടിക പഞ്ചായത്തും കാണിക്കുന്ന അവഗണന അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. നാട്ടിക കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ കിടത്തി ചികിത്സ പുനരാരംഭിക്കുക, മുഴുവൻ സമയം ഡോക്ടർമാരുടെ സേവനം ഉറപ്പുവരുത്തുക, മരുന്നുകൾ ലഭ്യമാക്കുക, കുടുംബാരോഗ്യ കേന്ദ്രത്തിനോടുള്ള സർക്കാരിന്റെയും നാട്ടിക ഗ്രാമപഞ്ചായത്തിന്റെയും അനാസ്ഥ അവസാനിപ്പിക്കുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയായിരുന്നു കോൺഗ്രസ് നാട്ടിക മണ്ഡലം കമ്മിറ്റി നാട്ടിക കുടുംബാരോഗ്യ കേന്ദ്രത്തിന് മുന്നിൽ പ്രതിഷേധ സമരം നടത്തിയത്. സമരം KPCC സെക്രട്ടറി സുനിൽ അന്തിക്കാട് ഉദ്ഘാടനം ചെയ്തു. ആയിരക്കണക്കിന് 10,000-കണക്കിന് രൂപ ചെലവഴിക്കാനൊന്നുമില്ലാത്ത സാധാരണക്കാരായ ആളുകൾക്ക് ഒരു അഭയകേന്ദ്രമാണ് ഈ കുടുംബാരോഗ്യ കേന്ദ്രം. പക്ഷേ ഈ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ മുഴുവൻ സമയ ഡോക്ടർമാർ, നമുക്കറിയാം, ഒരു ആവശ്യം വന്ന് വരുമ്പോൾ മുഴുവൻ സമയവും ഡോക്ടർമാരുടെ സേവനം ലഭ്യമായാൽ മാത്രമാണ് സാധാരണക്കാരായ ആളുകൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമ്പോൾ വിശ്വസിച്ചുകൊണ്ട് ഇവിടേക്ക് ഓടി വരാൻ കഴിയുക. അതുപോലെ തന്നെ ഇവിടെ കിടത്തി ചികിത്സിക്കുവാനും ഒക്കെയുള്ള സൗകര്യം ഏർപ്പെടുത്തിക്കൊണ്ട് ഈ ആശുപത്രി സാധാരണക്കാരായ ആളുകൾക്ക് പരിപൂർണമായും കുട്ടികളെയും ജനങ്ങളെയും ബുദ്ധിമുട്ടിക്കുന്ന നടപടിയാണ് നാട്ടിക ഗ്രാമപഞ്ചായത്തിന് കീഴിലുള്ള കുടുംബാരോഗ്യ കേന്ദ്രം കൈക്കൊള്ളുന്നതെന്ന് അദ്ദേഹം ആരോപിച്ചു. കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റ് AB ഹരിലാൽ അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി VR വിജയൻ മുഖ്യപ്രഭാഷണം നടത്തി. AN സിദ്ധപ്രസാദ്, CG അജിത് കുമാർ, PK നന്ദനൻ, TV ഷൈൻ, PC ജയബാലൻ, KV സുകുമാരൻ, ബിന്ദു പ്രദീപ്, ജീജ ശിവൻ എന്നിവർ സംസാരിച്ചു. ചേർപ്പ് ചിറയത്ത് കരിപ്പേരി വറീദ് ഭാര്യ ബ്രജീത എന്ന തങ്കമ്മ നിര്യാതിയായി. 76 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. സ്റ്റീഫൻ, സ്റ്റീലൻ, സ്റ്റിജിൻ, പരേതനായ സ്റ്റീ ജോൺ എന്നിവർ മക്കളും പ്രിൻസി, റിൻസി, സൗമ്യ എന്നിവർ മരുമക്കളുമാണ്. സ്വർണവില. സ്വർണം ഗ്രാമിന് 5,770 രൂപ, പവന് 46,160 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃപ്രയാർ ശ്രീരാമക്ഷേത്രത്തിൽ ദർശനം നടത്തി. ക്ഷേത്രത്തിൽ വിവിധ വഴിപാടുകൾ നടത്തിയ മോദി വേദാർച്ചനയിലും ഭജനയിലും പങ്കെടുത്തു. സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കാനായ പ്രധാനമന്ത്രി ഗുരുവായൂർ ക്ഷേത്രത്തിലും എത്തി. മഹാത്മാഗാന്ധിയുടെ സ്മരണ അലയടിച്ച് ഗാന്ധി അനുസ്മരണം. ഗാന്ധിയുടെ ചേർപ്പ് സന്ദർശനത്തിന്റെ വാർഷിക ദിനത്തിൽ ചേർപ്പ് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഗാന്ധി സ്മൃതി ചിത്രം അനാച്ഛാദനം ചെയ്ത് നവതി ആഘോഷം. ചേർപ്പ് പഞ്ചായത്തിൽ വാർഷിക പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട് വികസന സെമിനാർ സംഘടിപ്പിച്ചു. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. വല്ല
ചെർപ്പുളച്ചിറ പഞ്ചായത്തിൽ വനിതകൾക്ക് മുട്ടക്കോഴി കുഞ്ഞുങ്ങളെ വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് എൻ മനോജ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.